അജ്ഞാതരുടെ വെടിയേറ്റ് യനാർ മുഹമ്മദിന് ദാരുണാന്ത്യം. ഓർമ്മയിലെ യസീദി സ്ത്രീകൾക്ക് വേണ്ടി പോരാട്ടത്തിനിറങ്ങിയ യനാർ മുഹമ്മദിനെ ലൈംഗിക അടിമകൾക്കായി സമരം ചെയ്ത പോരാളി എന്ന് അവരെ വിശേഷിപ്പിക്കാം. ഇറാഖിൽ ISIS തീവ്രവാദികൾ അവരുടെ ലൈംഗികമായ ആർത്തി തീർക്കാൻ ഉപയോഗിച്ചിരുന്ന യസീദി സ്ത്രീകൾ അവർക്ക് വേണ്ടി പോരാട്ടത്തിനിറങ്ങിയ യാനാർ മുഹമ്മദിന് ഒടുവിൽ ഇസ്ലാമിക തീവ്രവാദികളുടെ കൈയാൽ മരണം. യാനാർ മുഹമ്മദിനെ അജ്ഞാതരാണ് വെടിവെച്ചു കൊന്നത്. ഇറാഖിലെ ബാഗ്ദാദിലെ വീടിന് പുറത്തുവെച്ച് മോട്ടോർ സൈക്കിളിലെത്തിയ 2 അജ്ഞാതരാണ് അവർക്ക് നേരെ നിറയൊഴിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ യാനാർ മുഹമ്മദ് ആശുപത്രിയിൽ വെച്ചാണ് മരണമടഞ്ഞത്. ISIS ഭീകരർ അവർ കീഴടക്കിയ പ്രദേശങ്ങളിലെ സ്ത്രീകളെ ഒരു വസ്തു പോലെ സ്വന്തമാക്കുന്ന പതിവുണ്ട്. പിന്നീട് ഈ സ്ത്രീകൾ അവരുടെ തടവിലായിരിക്കും. ഇവർ തുടർച്ചയായി തീവ്രവാദികളുടെ ബലാത്സംഗത്തിന് ഇരയാകും. ഇതിനെ എതിർത്താൽ വെടിവെച്ചു കൊല്ലും. യസീദി യുവതികളെ മാത്രമല്ല ചെറിയ പെൺകുട്ടികളെ വരെ ISIS ഭീകരർ നിർബന്ധപൂർവ്വം വിവാഹം കഴിക്കാറുണ്ട്. യസീദികൾ പോലുള്ള അനിസ്ലാമിക അംഗങ്ങളെ തുടർച്ചയായി ബലാത്സംഗം ചെയ്ത് പീഡിപ്പിക്കുന്നത് ഇസ്ലാമിക നിയമത്തിൽ അനുവദനീയമാണ് എന്നാണ് പറയപ്പെടുന്നത്. യുദ്ധത്തിൽ കിട്ടുന്ന കൊള്ള മുതലായ സ്ത്രീയെ ഉപയോഗിക്കാം എന്ന് ശരിയായി പറഞ്ഞിട്ടുണ്ടെന്ന് ISIS വിശ്വസിക്കുന്നു. ഇതിനെ പല മുസ്ലിം പണ്ഡിതന്മാരും എതിർക്കുന്നുണ്ട് എങ്കിലും ISIS അത് കാര്യമാക്കുന്നില്ല. ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ലൈംഗിക അതിക്രമങ്ങൾക്കിരയായ യസീദി സ്ത്രീകൾക്കായി നിരവധി സുരക്ഷിത കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിരുന്നു. മധ്യ ദക്ഷിണ ഇറാഖിലായി അവരുടെ സംഘടന 10 സുരക്ഷിത കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിരുന്നു. എന്നാൽ നിരന്തര ഭീഷണികളെ തുടർന്ന് അവയിൽ 6 എണ്ണം മാത്രമേ ഇപ്പോൾ പ്രവർത്തിക്കുന്നുള്ളൂ. പരസ്യമായി ശിരോവസ്ത്രം കത്തിച്ചതിനു ശേഷം അവർക്കെതിരായ ഭീഷണി വർദ്ധിച്ചു. ഇക്കാലത്ത് കൈത്തോക്കുമായാണ് താൻ നടന്നിരുന്നത് എന്ന് അവർ ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു. തുടക്കത്തിൽ അവർ സ്ഥാപിച്ച അഭയകേന്ദ്രത്തിൽ 3 സ്ത്രീകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. 2012 ആയപ്പോഴേക്കും അവരുടെ സംഘടന 2 അഭയകേന്ദ്രങ്ങൾ കൂടി സ്ഥാപിച്ചു. അടുത്ത 3 വർഷത്തിനുള്ളിൽ അഭയകേന്ദ്രങ്ങൾ 5 വർദ്ധിച്ചു. ഇസ്ലാമിക് സ്റ്റേറ്റ് ലൈംഗിക അടിമകളാക്കുകയും കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുകയും ചെയ്ത യസീദി സ്ത്രീകൾക്ക് സഹായം എത്തിക്കുന്നതിലാണ് അവർ പിന്നീട് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. 700-ലധികം സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെയും ജീവൻ രക്ഷിക്കാൻ അവരുടെ ഇടപെടലിലൂടെ കഴിഞ്ഞു. ഇറാഖിന് പുറമെ സിറിയ, ഇറാൻ, തുർക്കി എന്നിവിടങ്ങളിലും ചുരുങ്ങിയ തോതിൽ യസീദികളുണ്ട്. പ്രധാനമായും 4 മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രങ്ങളിൽ ജീവിക്കുന്ന ഈ മതവിഭാഗത്തെ ഓരോ ദേശത്തെയും മുസ്ലിം ജനത സാത്താനെ ആരാധിക്കുന്നവർ എന്ന് വസ്തുതാവിരുദ്ധമായി മുദ്രകുത്തി പീഡിപ്പിച്ചു പോരുകയും പ്രാന്തീകരിച്ചു പോരുകയും ചെയ്യുന്നു എന്നതാണ് ചരിത്രം. ഏകദൈവ വിശ്വാസികളായ യസീദികൾ നരകം എന്ന സങ്കല്പത്തിൽ വിശ്വസിക്കുന്നില്ല. നന്മയും തിന്മയും ഓരോ മനുഷ്യനകത്തുമുണ്ട് എന്നും ആദരശുദ്ധീകരണത്തോടെ തിന്മയെ കീഴ്പ്പെടുത്തുകയാണ് വേണ്ടത് എന്നുമാണ് സുഫി പാരമ്പര്യം പിന്തുടരുന്ന ഷെയ്ഖ് അദി ഇബ്ൻ മുസാഫിർ അവരെ പഠിപ്പിച്ചത്. ഇറാഖിലെ മറ്റും സുന്നി മുസ്ലിങ്ങൾ കഫർ, അവിശ്വാസികൾ എന്ന ചാപ്പകുത്തി തങ്ങളെ നിർദ്ദയം ആട്ടിയകറ്റുകയും പല രീതിയിൽ ദ്രോഹിക്കുകയും ചെയ്യുന്ന മനുഷ്യത്വ വിരുദ്ധ സമ്പ്രദായം പിന്തുടർന്നത് കാരണം മലഞ്ചെരിവുകളിൽ തങ്ങളുടേതായ വാസസ്ഥലങ്ങളിൽ ഒതുങ്ങി ജീവിച്ചു പോരുകയാണ് യസീദികൾ ചെയ്യുന്നത്. അവർ ആരെയും ദ്രോഹിക്കുന്നില്ല, ആരുടെയും കാര്യങ്ങളിൽ ഇടപെടുന്നില്ല. തങ്ങളുടെ വിശ്വാസ ആചാരങ്ങളുമായി ഇടയ ജീവിതമോ കാർഷിക ജീവിതമോ ഒക്കെ നയിച്ചു മുന്നോട്ട് പോകുന്നതിലപ്പുറം മറ്റൊന്നും ആഗ്രഹിക്കാനുള്ള സാമൂഹിക സാഹചര്യങ്ങൾ ഇല്ലാത്തവരായിരുന്നു യസീദി മതക്കാർ. എല്ലാ അർത്ഥത്തിലും ഹതഭാഗ്യർ എന്ന് വിശേഷിപ്പിക്കേണ്ട ആ ജനതയുടെ ജീവിതം അടിമുടി തകർക്കപ്പെട്ടു. 2014 ആ വർഷം ഓഗസ്റ്റിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് സിറിയ എന്ന ഇസ്ലാമിക ഭീകര പ്രസ്ഥാനത്തിന്റെ കണ്ണിൽ ചോരയില്ലാത്ത പടയാളികൾ യസീദികളുടെ ആവാസ കേന്ദ്രങ്ങളിൽ സംഹാര താണ്ഡവമാടി. പുരുഷന്മാരെയും പ്രായം ചെന്ന സ്ത്രീകളെയും അവർ കൊന്നുതള്ളി. ബാലികമാരെയും യുവതികളെയും പിടിച്ചുകൊണ്ടുപോയി ലൈംഗിക അടിമകളാക്കി മാറ്റി. ഇതിനുശേഷം ഇതിനൊക്കെയാണ് ഇവർ പ്രതികരിച്ചിരുന്നത്. എന്തായാലും അവർക്കും അജ്ഞാതരാലാണ് വെടിയേറ്റപ്പെട്ടിരിക്കുന്നത്. ആരാണ് ഇതിന് പിന്നിൽ എന്നത് ഇപ്പോഴും വ്യക്തമല്ല. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.